നമ്മുടെ ചാനലിൽ ക്രെഡിറ്റ് കാർഡുകളെ പറ്റി വീഡിയോ ചെയ്യുവാൻ നേരത്തെ ക്രെഡിറ്റ് കാർഡുകളെ പ്രോത്സാഹിപ്പിക്കരുതെന്ന രീതിയിൽ കമൻറ്റുകൾ വരാറുണ്ട്. നമ്മൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് എടുക്കുക. നമുക്കറിയാം, മുൻപൊക്കെ അത്യാവശ്യം സാമ്പത്തികമുള്ളവർക്കും അതുപോലെ തന്നെ നല്ല ജോലിയുള്ളവർക്കൊക്കെ ആയിരുന്നു ക്രെഡിറ്റ് കാർഡ് നൽകിയിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് അത്യാവശ്യം ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടന്നാൽ പോലും ബാങ്കുകൾ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡുകൾ നൽകാറുണ്ട്. മാത്രമല്ല, നമുക്ക് FD ഇട്ടൊക്കെ ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായി സാധിക്കും. ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകളൊക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് ആയിട്ടാണ് ഡിജിറ്റൽ പേയ്മെൻറ്റുകളൊക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ മാർക്കറ്റായി മാറുവാൻ പോവുകയാണ്. ഇങ്ങനെ ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റായി ഇന്ത്യ മാറുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും, അവരുടെ ഉപഭോഗം വർദ്ധിക്കും. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഉപഭോഗം വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനോടൊപ്പം ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗവും വർദ്ധിക്കും. അങ്ങനെ ഒരു വ്യക്തി ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായിട്ട് തീരുമാനിച്ച് ആ ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അതിൻ്റെ റിവ്യൂവും അതിൻ്റെ ഫീച്ചേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ അവർ നോക്കുവാൻ നേരത്ത് അവർക്ക് വേണ്ട വിവരങ്ങൾ വേണം. അതിനുവേണ്ടിയാണ് ഇതുപോലെ ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുള്ള കണ്ടന്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് എടുക്കുമെന്ന് പറഞ്ഞ് ഒരു കാർഡും ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയുമില്ല. ഓരോരോ കാർഡുകളെ പറ്റിയുള്ള നോളജ് നൽകുക മാത്രമാണ് വീഡിയോകളുടെ ലക്ഷ്യം. ഇനി ക്രെഡിറ്റ് കാർഡ് സത്യത്തിൽ ശത്രുവാണോ അതോ മിത്രമാണോ? ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു സുഹൃത്തായി കണ്ടാൽ സുഹൃത്തിനെ നന്നായിട്ട് മനസ്സിലാക്കി സുഹൃത്തിനോട് നന്നായി പെരുമാറി കഴിഞ്ഞാൽ സുഹൃത്ത് തീർച്ചയായിട്ടും നമ്മളോട് തിരിച്ചും നന്നായിട്ട് പെരുമാറും. ഇനി നമ്മുടെ സുഹൃത്തിനെ നമ്മൾ നന്നായി മനസ്സിലാക്കാതെ സുഹൃത്തിനോട് മോശമായി പെരുമാറി കഴിഞ്ഞാലോ അവനും തീർച്ചയായിട്ടും നമ്മളോട് തിരിച്ചും മോശമായിട്ട് പെരുമാറും. മോശമായി പെരുമാറുമെന്ന് മാത്രമല്ല, നമുക്ക് 8ന്റെ പണി തന്നെ ക്രെഡിറ്റ് കാർഡ് നൽകും. അതുകൊണ്ട് നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഉപയോഗിക്കാനായി തുടങ്ങുമ്പോൾ നിങ്ങളെടുത്ത ആ ഒരു ക്രെഡിറ്റ് കാർഡിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വളരെ ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാതെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിനെ പറ്റി മനസ്സിലാക്കാതെ തോന്നുന്ന രീതിയിലേക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രെഡിറ്റ് കാർഡ് നമുക്കൊരു ബാധ്യതയായിട്ട് മാറും. നമുക്ക് എന്തായാലും വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് മാറുന്നത്? നമുക്ക് 50 ദിവസം വരെ യാതൊരു പലിശയുമില്ലാതെ ലക്ഷക്കണക്കിന് രൂപയാണ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നത്. ഒരു പക്ഷേ നമ്മുടെ റിയൽ ലൈഫിലുള്ള സുഹൃത്ത് പോലും ഇത്രയും വലിയ തുകയൊന്നും നമുക്ക് തന്ന് സഹായിച്ചെന്ന് വരില്ല. നമ്മൾ പലിശക്ക് എടുത്ത് കഴിഞ്ഞാൽ വലിയൊരു തുക തന്നെ പലിശയായിട്ട് നൽകേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അപ് ടു 15 ഡേയ്സ് വരെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം എടുത്ത് യൂസ് ചെയ്യാം. പലിശ ഒന്നും നൽകേണ്ടതായിട്ടില്ല. ഡ്യൂ ഡേറ്റിന് മുമ്പ് കറക്റ്റായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും. എമർജൻസി സിറ്റുവേഷൻസിലേക്കാണ് ഇത് നമുക്ക് കൂടുതലായിട്ടും പ്രയോജനപ്പെടുക. നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു, നമ്മുടെ കയ്യിൽ സേവിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പലരുടെയും കയ്യിൽ നിന്നും കടം വാങ്ങേണ്ടതായിട്ട് വരാം. അങ്ങനെ നമ്മൾ കടമായിട്ട് ചോദിക്കുവാൻ നേരത്തെ ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് പോലും വരില്ല. എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മൾ പെട്ടുപോകും. എന്നാൽ നമ്മുടെ കയ്യിൽ അത്തരമൊരു അവസരത്തിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് പണമെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആരോടും കടം ചോദിക്കേണ്ടതായിട്ട് വരില്ല. ഇന്നിപ്പോൾ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും കാർഡ് പേയ്മെന്റുകളൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എമർജൻസി ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരമൊരു അവസരത്തിൽ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടത്താനായി സാധിക്കും. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻസിൽ ക്രെഡിറ്റ് കാർഡ് എന്ന നമ്മുടെ സുഹൃത്ത് നമ്മളെ വളരെയധികം സഹായിക്കും. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന സുഹൃത്ത് നമ്മളെ സഹായിക്കുന്നത് റിവാർഡുകളിലൂടെയും അതുപോലെ തന്നെ ക്യാഷ് ബാക്കുകളിലൂടെയുമാണ്. നമ്മൾ നോർമലി ക്യാഷ് മോഡിലേക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ യാതൊരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ സെയിം മൂല്യം നമ്മൾ നൽകുന്നു, യാതൊരു റിട്ടേൺ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ തന്നെ റിവാർഡ് പോയിന്റുകളും ക്യാഷ് ബാക്ക് ഓഫേഴ്സും ഉണ്ട്. ക്രെഡിറ്റ് കാർഡുകളുടെ മെയിൻ അട്രാക്ഷനും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പേയ്മെന്റുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡുകളിലൂടെയും ക്യാഷ് ബാക്കുകളിലൂടെയും ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാനായി സാധിക്കും. വലിയ ട്രാൻസാക്ഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വലിയ എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും. പലരും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പല കാർഡുകളുടെയും റിവാർഡ് പോയിന്റ് ഉപയോഗിച്ചാണ് ഹോളിഡേ ട്രിപ്പൊക്കെ പോകുന്നത് തന്നെ. പിന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ സുഹൃത്ത് നമ്മളെ സഹായിക്കുന്നത് EMI ഓപ്ഷനിലൂടെയാണ്. നമ്മുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാനായി റെഡി പേയ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത ശേഷം EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മാസം നിശ്ചിത തുക നമ്മൾ റീപേ ചെയ്താൽ മതിയാകും. പല കാർഡുകളും ഉപയോഗിച്ച് പല ഉൽപ്പന്നങ്ങളും വാങ്ങുവാൻ നേരത്ത് പലിശ പോലും നൽകേണ്ടതായിട്ട് വരില്ല. നോ കോസ്റ്റ് EMI ഒക്കെ മിക്കപ്പോഴും ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ റെഡി പേയ്മെന്റിനുള്ള പണം ഇല്ലെങ്കിൽ ചെറിയ മാസം ചെറിയ എമൗണ്ട് നൽകിക്കൊണ്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് സ്വന്തമാക്കാം. പിന്നെ സഹായിക്കുന്നത് ബൈ നൗ പേ ലേറ്റർ ഫീച്ചറിലൂടെയാണ്. അതായത് നമുക്ക് ഇപ്പോൾ കയ്യിൽ പണമില്ലെങ്കിലും നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെന്റ് നൽകി എന്നിട്ട് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ തിരിച്ചു നൽകിയാൽ മതിയാകും. മറ്റൊരു ബെനിഫിറ്റ് വരുന്നത് പർച്ചേസ് പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടു, കളഞ്ഞു പോയി ആരെങ്കിലും എടുത്തു, അത് ദുരുപയോഗം ചെയ്തു, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പേയ്മെന്റ് ചെയ്തപ്പോൾ തെറ്റായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയത്, അല്ലെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം നഷ്ടമായി, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ബാങ്കിനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കേസുകളിൽ നമുക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന സുഹൃത്ത് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നന്നായി മനസ്സിലാക്കി വേണ്ട രീതിയിൽ നന്നായി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ക്രെഡിറ്റ് സ്കോറിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ ട്രാക്ക്
ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അതായത് നമുക്ക് എല്ലാ മാസവും ഒരു മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് വരും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ എവിടെയൊക്കെ നമ്മൾ ചിലവാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ ട്രാക്ക് ചെയ്യാനായി സാധിക്കും. അങ്ങനെ ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മുടെ പർച്ചേസ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് റെക്കോർഡായി സൂക്ഷിക്കാനായി സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുവാനായി സാധിക്കും. നോർമലി നമ്മളൊരു പേഴ്സണൽ ലോൺ ചെയ്യുന്നാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോൺ ചെയ്യുന്നാലോ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് ലോണുകൾ നൽകുന്നുണ്ട്. ഈ ലോണിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വളരെ സിമ്പിളാണ്. 2-3 ക്ലിക്കുകൾ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ക്രെഡിറ്റ് കാർഡ് എന്ന നമ്മുടെ സുഹൃത്തിനെ നമ്മൾ മനസ്സിലാക്കാതെ തോന്നുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ശത്രുവായിട്ട് മാറും. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ തന്നെയാണ് ഒന്നാമത്തെ റീസൺ. വളരെ ഉയർന്ന പലിശയാണ് ക്രെഡിറ്റ് കാർഡുകൾക്കുള്ളത്. മന്ത്ലി ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ 3.5% എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ ഇയർലി ഇൻട്രസ്റ്റ് നോക്കുവാൻ നേരത്ത് അപ് ടു 45% വരെയാണ് പല കാർഡുകളുടെയും ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത്. ഇത് വളരെ ഉയർന്ന പലിശയാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്ത ശേഷം ഡ്യൂ ഡേറ്റ് ആയിട്ടും കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നമ്മൾ വളരെ വലിയൊരു പലിശ നൽകേണ്ടതായി വരും. ഈ പലിശയ്ക്ക് പുറമെ പല തരത്തിലുള്ള ഫൈനാൻസ് ചാർജസ് ഉണ്ട്. ഇത് പലതും ഹിഡൻ ചാർജസ് ഒക്കെ ആയിരിക്കും. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുവാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന കാർഡിൻ്റെ ഫൈനാൻസ് ചാർജസ് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലിശയായിട്ടും വിവിധ തരത്തിലുള്ള ചാർജുകളായിട്ടും നല്ലൊരു തുക നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകും. മറ്റൊരു തരത്തിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് ക്രെഡിറ്റ് കാർഡ് സഹായിക്കും. പക്ഷേ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നന്നായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന തുകയൊക്കെ കറക്റ്റായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറക്കും. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നീട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിനും ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ലോൺ കിട്ടുന്നതിനും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എന്ന സുഹൃത്തിനെ നമ്മൾ നന്നായി വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറച്ചുകൊണ്ട് അവൻ നമുക്കിത് 8ന്റെ പണി തന്നെ തരുന്നതാണ്. ഒരു ആവശ്യമില്ലാതെ വെറുതെ കയറിയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുവാൻ നിൽക്കരുത്. ആദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടക്കാൻ എനിക്ക് നല്ലൊരു വരുമാനമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വയം വിലയിരുത്തിയ ശേഷം മാത്രം ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ഇനി ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുവാനായി തീരുമാനിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ക്രെഡിറ്റ് കാർഡ് ചാടിക്കറി എടുക്കരുത്. സത്യത്തിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ ആവശ്യകതയ്ക്ക് ഇണങ്ങിയ രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡ് എടുക്കുക. അല്ലാതെ ചാടിക്കറി ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയായിട്ട് മാറും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂവൽ സ്പെൻഡിങ് ആണ് കൂടുതലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. അല്ലാതെ ഒരു ഫ്യൂവൽ സർചാർജ് വീവർ പോലും ഇല്ലാത്ത ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കയ്യിലെ എമൗണ്ട് നഷ്ടപ്പെടുത്തത്തേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് അവിടെ യാതൊന്നും തന്നെ സേവ് ചെയ്യാനായിട്ട് സഹായിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂവൽ പർപ്പസ് ആണെങ്കിൽ അതിന് പറ്റിയ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക. മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഫ്യൂവൽ പർപ്പസിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു ക്രെഡിറ്റ് കാർഡിനെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി നിങ്ങളുടെ പർച്ചേസ് ഒക്കെ മുഴുവനും ഫ്ലിപ്കാർട്ടിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ക്രെഡിറ്റ് കാർഡാണ്. അങ്ങനെ നോക്കുമ്പോൾ ആക്സിസ് ബാങ്കിന്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇനി ആമസോൺ ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക. അതായത് ആമസോൺ ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതെടുക്കുക. അല്ലാതെ നിങ്ങൾ ഫ്ലിപ്കാർട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, പക്ഷേ നിങ്ങൾ കയറിയിട്ട് ആമസോൺ ICICI കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാക്സിമം ബെനിഫിറ്റ് നേടുവാനായി സാധിക്കുകയില്ല. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് മനസ്സിലാക്കി ചിലവഴിക്കുക. അതായത് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ആയിട്ട് കിട്ടിയേക്കും. പക്ഷേ നിങ്ങളുടെ വരുമാനം അതിൽ 4/1 പോലും കാണുവാൻ സാധ്യതയില്ല. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉള്ളതിനാൽ ചാടിക്കയറി സ്പെൻഡ് ചെയ്യും. പക്ഷേ നമ്മുടെ സാലറി കിട്ടുവാൻ നേരത്ത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കുവാനായിട്ട് അത് മതിയായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ കടമെടുക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് ഡ്യൂ ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് പലിശയായിട്ട് നൽകേണ്ടതായി വരും. അങ്ങനെ നമ്മൾ വലിയൊരു ബാധ്യതയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് മനസ്സിലാക്കി മാത്രം ചിലവഴിക്കുക. അതായത് നിങ്ങളുടെ വരുമാനം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്നും നിങ്ങൾ എത്ര രൂപയാണ് മാസം സാധാരണയായിട്ട് ചിലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങനെ സാധാരണയായിട്ട് നിങ്ങളുടെ സാലറിയിൽ നിന്നും എത്രയാണോ മാസം ചിലവഴിക്കുന്നത് ആ ഒരു എമൗണ്ട് മാത്രം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചിലവഴിക്കുക. അങ്ങനെ മനസ്സിലാക്കി ചിലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ അടച്ച് നന്നായിട്ട് അത് മാനേജ് ചെയ്യാനായി സാധിക്കും. പിന്നെ ശ്രദ്ധിക്കുന്നത് ബില്ല് അടക്കുമ്പോഴാണ്. നമ്മുടെ ബില്ല് കിട്ടുമ്പോൾ 2 ഓപ്ഷൻ കാണും. മിനിമം ഡ്യൂ എമൗണ്ടും അതുപോലെ തന്നെ ഫുൾ ഡ്യൂ എമൗണ്ടും കാണും. ഒരിക്കലും മിനിമം ഡ്യൂ എമൗണ്ട് അടക്കുവാനായിട്ട് നിൽക്കരുത്. ഫുൾ ഡ്യൂ എമൗണ്ട് തന്നെ അടക്കുക. മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെന്റ് ഫീ എന്ന് പറയുന്ന ഒരു ഫൈനാൻസ് ചാർജ് മാത്രമേ ഒഴിവാക്കി കിട്ടുകയുള്ളൂ. പിന്നീട് നമ്മൾ ഉപയോഗിച്ച തുക പൂർണ്ണമായിട്ടും തിരിച്ചടക്കുന്നത് വരെ നമ്മൾ പലിശ നൽകേണ്ടതായിട്ട് വരും. ആദ്യം പറഞ്ഞതുപോലെ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ഡ്യൂ എമൗണ്ട് തന്നെ അടക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഇതിനു മുമ്പ് നമ്മളൊരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുവാൻ നേരത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റിന് 30% മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് കാരണമാകും. പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ ആരോടെങ്കിലും കടമായിട്ട് ചോദിക്കേണ്ടതായിട്ട് വരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോൺ എടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡിലെ ലിമിറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു തുക അതിനുവേണ്ടി എപ്പോഴും ക്രെഡിറ്റ് കാർഡിൽ മിച്ചം വെക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് ശത്രുവാണോ അതോ മിത്രമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി
കാണുമെന്ന് കരുതുന്നു. ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയുള്ള നിങ്ങളുടെ വ്യൂ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി